Take me tonight, take me forever. Time is no worry anymore. Our friendship became my favorite adventure, and 4 years has made me yours. To have and to hold your beautiful soul, forever mine. Beautiful bride, our story unfolds, a series of moments tied together by the love that we share. The future untold, a tale to be written, the rest of our lives to explore. To have and to hold your beautiful soul, forever mine. Beautiful bride. And when we grow old, with only our memories, I will still believe. Again and again, I will choose you to be the only one for me. I'll take you tonight, I'll take you forever. Time is no worry anymore. Our friendship became my favorite adventure, and 4 years has made me yours. To have and to hold your beautiful soul, forever mine. Beautiful bride. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതൻ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, മംഗലകർമ്മത്തിനായി ഞങ്ങളുടെ പ്രിയപ്പെട്ട ആൽബർട്ടിനെയും അമലയെയും തിരഞ്ഞെടുക്കുവാൻ തിരുമനസ്സായ അങ്ങേ അനന്ത കാരുണ്യത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പരസ്പരം വിവാഹ വാഗ്ദാനം ചെയ്യുവാൻ പോകുന്ന ഇവരെ ആശീർവദിക്കണമേ. പരസ്പര ധാരണയിലും ഐക്യത്തിലും അധിഷ്ഠിതമായ ജീവിതം നയിക്കുവാനും അനുയോജ്യമായ താങ്ങും തണലും വ്യാപരിക്കുവാനും വേണ്ട പ്രസാദവരം ഇവർക്ക് നൽകണമേ. ഇന്ന് ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്ന ഞങ്ങളെല്ലാവർക്കും അവസാന ദിവസം അങ്ങേ നേരിൽ കണ്ട് ആനന്ദിക്കുവാനുള്ള അനുഗ്രഹം പ്രദാനം ചെയ്യണമേ. സകലത്തിനെയും നാഥ എന്നേക്കും. അങ്ങയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. കർത്താവേ, ഞാൻ അങ്ങയെ തേടി വരുന്നു, നിയമം ലംഘിക്കുവാൻ എന്നെ അനുവദിക്കരുതേ. അങ്ങയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. അങ്ങയ്ക്കെതിരായി പാപം ചെയ്യാതിരിക്കുവാൻ ഞാൻ അങ്ങയുടെ നിയമങ്ങൾ അനുസരിക്കും. അങ്ങയുടെ പ്രമാണം അനുസരിച്ച് ജീവിച്ചാൽ യുവാക്കൾ പാപത്തിൽ വീഴുകയില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഉത്തമഗീതത്തിൽ പുസ്തകത്തിൽ വായന 2-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ സാരോണിലെ പുഷ്പവും താഴ്വരയിലെ ലില്ലിയുമാകുന്നു. മുള്ളുകൾക്കിടയിൽ ലില്ലി എന്ന പോലെയാണ് കന്യകമാരുടെ ഇടയിൽ എൻ്റെ ഓമന. കാട്ടുമരങ്ങളുടെ ഇടയിൽ ആപ്പിൾ വൃക്ഷം എന്ന പോലെയാണ് യുവജനങ്ങളുടെ മധ്യേ എൻ്റെ പ്രിയൻ. അതിൻ്റെ നിഴൽ ആനന്ദപൂർവ്വം ഞാൻ വിശ്രമിക്കുന്നു. അതിൻ്റെ പഴം എനിക്ക് മാധുര്യപൂർണ്ണമത്രേ. വിരുന്നുശാലയിലേക്ക് അദ്ദേഹം എന്നെ കൂട്ടിക്കൊണ്ടുവരുന്നു. സ്നേഹപതാക എൻ്റെ മേൽ
പിടിക്കുന്നു. ഞാൻ സ്നേഹപരവേശിയായാൽ മുന്തിരിയിടയിൽ തന്ന് എന്നെ ശക്തിപ്പെടുത്തുകയും ആപ്പിൾ പഴങ്ങൾ തന്ന് എന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യുകയും. നമുക്കെല്ലാവർക്കും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ വിവാഹബന്ധത്തിൽ ഏർപ്പെടുവാൻ പോകുന്ന ആൽബർട്ടിനെയും അമലയെയും ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവേ ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ഇവർ ചെയ്യുവാൻ പോകുന്ന വിവാഹ ഉടമ്പടികൾ മരണം വരെ ഉറച്ചു നിൽക്കുവാൻ കർത്താവേ സംശയങ്ങൾക്കും തെറ്റിദ്ധാരണകൾക്കും അതീതമായി എല്ലായ്പ്പോഴും സ്നേഹത്തോടെ ജീവിക്കുവാൻ മാതൃകപരമായ സുഹൃത സമ്പന്നവും ക്രിസ്തീയ ജീവിതം അന്തം വരെ നയിക്കുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ പങ്കെടുത്ത ഒരു അത്ഭുതം തന്നെയായി പ്രവർത്തിച്ചുകൊണ്ട് വധുവരന്മാരെ അനുഗ്രഹിച്ച കർത്താവെ ഇവരെയും ആശ്രവദിച്ച് അനുഗ്രഹിക്കണമേ. സന്തോഷത്തിലും സന്താപത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും ജീവിതാന്ത്യം വരെ ഒരുമയിൽ വർത്തിക്കുവാൻ ഇവരെ സഹായിക്കണമേ. സകലത്തിന്റെയും നാഥായ എന്നേക്കും ആമേൻ. Put another record on, pour another glass of wine, rock another night of us, losing all track of time. Everything you do just makes me want some more of you. Every smile, every kiss, every second that I get, every little look you give me like that. Every night, every day, every memory that we make, baby, you ain't even gotta ask. I'll always want another dance, another chance to hold your hand. Yeah, from the second that we fell into each other, knew I was never gonna ever wanna, never ever gonna want another. Knew I was never ever gonna wanna, never ever gonna wanna another smile, sleepy eyes, waking up right next to me. A million more just like last night. You and me on repeat. Every smile, every kiss, every second that I get, every little look you give me like that. Every night, every day, every memory that we made, baby, you ain't even gotta ask. I'll always want another dance, another chance to hold your hand. Yeah, from the second that we fell into each other, knew I was never gonna ever want, never ever gonna want another. I can't see through the windows, I can't hear through the walls, but I can't live in the middle, afraid of it all. I just need to feel the sun against my skin, 'cause I'm done with the cold. Go where nothing keeps the air from rushing in, so my heart can breathe again.
was never the one to write up a song for just anyone. I was always the one to find myself lost in old conversations. Oh, 'cause I've always been told that things will unfold if you keep on waiting. But then you came along and proved me all wrong. I was so mistaken. 'Cause you glue all the pieces back together. Yeah, you take all my wrongs and make them better. Yeah, you're making me wanna try forever. And I feel so free, oh my sweet baby. I was never the one to give up the ghost. No, I was so stuck. I kept on playing my part, wanted to give up 'cause nothing was changing. But with you it's so clear, and now that you're here I see colors in every spectrum. Guess I finally learned my lesson. 'Cause you glue all the pieces back together. Yeah, you take all my wrongs and make them better. Yeah, you're making me wanna try forever. And I feel so free, oh my sweet baby. Myself, and I'm thinking out loud, we won't need nothing else for the rest of our time. And I know it so well, I will always be by your side. 'Cause you glue all the pieces back together. Yeah, you take all my wrongs and make them better. Yeah, you're making me wanna try forever. And I feel so free, oh my sweet baby. 'Cause you glue all the pieces back together. Yeah, you take all my wrongs and make them better. Yeah, you're making me wanna try forever. And I feel so free, oh my sweet baby. The coolness of the night will fall. Night speaks its peace with memories of life begun. Would you hold my hand? Would you hold my hand? Just hold my hand. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സർവ്വസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, ലോകാരംഭത്തിൽ അങ്ങ് മനുഷ്യവംശത്തെ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുവല്ലോ. സൃഷ്ടിജാലയുടെ എല്ലാം അധിപനായി മനുഷ്യനെ ഉയർത്തിയ അങ്ങയോട് ഞങ്ങൾ നന്ദി പറയുന്നു. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നന്നല്ല, അവനെ പോലെയുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നരുൾ ചെയ്തുകൊണ്ട് ആദ്യത്തിന് സഖിയെ ഹവ്വായെ സൃഷ്ടിച്ചു നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ ആൽബർട്ടിനെയും അമലയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ.
തിരുകുടുംബത്തിന്റെ കാവൽക്കാരനായ മറിയസേക്ക്, ദൈവമാതാവായ പരിശുദ്ധ കന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിലും കാരണഭൂതയായിരിക്കും വിശുദ്ധരെ, കാവൽ മാലാഖമാരെ, ഇവരെ വിശുദ്ധരും സംരക്ഷകരുമായി കാത്തുകൊള്ളണമേ. ആമേൻ. സുവിശേഷം 2-ാം അധ്യായം. കാനായിലെ വിവാഹ വിരുന്ന്. 3-ാം ദിവസം ഗലീലിലെ കാനായിൽ ഒരു വിവാഹ വിരുന്ന് നടന്നു. യേശുവിൻ്റെ അമ്മ അവിടെ ഉണ്ടായിരുന്നു. യേശുവും ശിഷ്യന്മാരും വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരുന്നു. അവിടെ വീഞ്ഞ് തീർന്നു പോയപ്പോൾ യേശുവിൻ്റെ അമ്മ അവനോട് പറഞ്ഞു, അവർക്ക് വീഞ്ഞില്ല. യേശു അവനോട് പറഞ്ഞു, സ്ത്രീയെ, എനിക്ക് നിനക്കും എന്ത്? എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവൻ്റെ അമ്മ പരിചാരകരോട് പറഞ്ഞു, അവൻ നിങ്ങളോട് പറയുന്നത് ചെയ്യുവിൻ. യഹൂദരുടെ ശുദ്ധീകരണ കർമ്മത്തിനുള്ള വെള്ളം നിറയ്ക്കുന്ന 6 കൽഭരണികൾ അവിടെ ഉണ്ടായിരുന്നു. ഓരോന്നിലും 2-3 അളവ് കൊള്ളുമായിരുന്നു. ഭരണികളിൽ വെള്ളം നിറയ്ക്കുവിൻ എന്ന് യേശു അവരോട് കൽപ്പിച്ചു. അവർ അവയെല്ലാം വക്കോളം നിറച്ചു. ഇനി പകർന്ന് കലവറക്കാരന്റെ അടുത്ത് കൊണ്ടു ചെല്ലുവിൻ എന്ന് അവൻ പറഞ്ഞു. അവർ അപ്രകാരം ചെയ്തു. കലവറക്കാരൻ വീഞ്ഞായി മാറിയ ആ വെള്ളം രുചിച്ചു നോക്കി. അത് എവിടെ നിന്നാണെന്ന് അവൻ അറിഞ്ഞില്ല. എന്നാൽ വെള്ളം കോരിയ പരിചാരകർ അറിഞ്ഞിരുന്നു. അവൻ മണവാളനെ വിളിച്ചു പറഞ്ഞു, എല്ലാവരും മേൽത്തരം വീഞ്ഞ് ആദ്യം വിളമ്പുന്നു, അതിഥികൾക്ക് ലഹരി പിടിച്ചു കഴിയുമ്പോൾ താഴ്ന്നു തരവും. എന്നാൽ നീ നല്ല വീഞ്ഞ് ഇതുവരെ സൂക്ഷിച്ചു വെച്ചുവല്ലോ. യേശു തന്റെ മഹത്വം വെളിപ്പെടുത്തുന്നതിന് പ്രവർത്തിച്ച അടയാളങ്ങളുടെ ആരംഭമാണ് ഗലീലിലെ കാനായിൽ ചെയ്ത ഈ അത്ഭുതം. അവൻ ശിഷ്യന്മാർ അവനിൽ വിശ്വസിച്ചു. Just hold my hand. Lights dim and young begin to paint a whole new world. Love, faint and small, some of all become one light. How do you do that with your eyes? You know it gets me every time. I swear I wish I could read your mind, 'cause I ask the same question every night. So just breathe. Breathe in, breathe deep, you know that's all you need. I can't describe your eyes, but they're as blue as the sea. Your heart, it beats in perfect time with me. Baby, you know that I want mine. If we get no rest till the sunrise, until you make me fall in love again as light shows your face, I can never be the same. I plan to love you all my life, until you meet your chariot. What would I do without your eyes? സ്നേഹ ചൈതന്യമേ, ജീവസംഗീതമേ, കരുണതൻ മലരിതൾ വിരിയുമീ വേളയിൽ ഉയരുന്നു സങ്കീർത്തനം. സ്വർഗസായുജ്യമേ, ആത്മസാഫല്യമേ, ഹൃദയമാം വീണയിൽ മധുരമായി പാടിടാം മൃദുസ്നേഹ സങ്കീർത്തനം. വാഴ്ത്തുന്നു നിൻ ദിവ്യനാമം, പാടുന്നു
ഗീതം. സ്നേഹമുള്ള പ്രിയ ബഹുമാനപ്പെട്ട വൈദികരെ, ഇന്ന് തങ്ങളുടെ മനസ്സമ്മതം പരസ്യമായി ഈ ദേവാലയത്തിൽ വെച്ച് സഭയുടെ മുമ്പിൽ ഏറ്റുപറയുന്ന ആൽബർട്ട്, അമല, പ്രിയ മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, എല്ലാവർക്കും ഈ തിരുക്കർമ്മത്തിലേക്ക് ഏറ്റവും സ്നേഹപൂർവ്വം സ്വാഗതം അരുളുന്നു. ഈ ഇടവകയുടെ 2 മക്കൾ, ഇവർ വിവാഹ ജീവിതത്തിലൂടെ കുടുംബജീവിതം ആരംഭിക്കുവാനെടുത്ത ഈ തീരുമാനത്തിന് ഇടവകയുടെ എല്ലാവരുടെയും പേരിൽ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും നേരുകയാണ്. വേണ്ടത്ര ഒരുക്കത്തോടും പ്രാർത്ഥനയോടും കൂടി ഇവിടെ വന്നിരിക്കുന്ന ഇവർക്ക് എല്ലാവിധ പിന്തുണയും പ്രാർത്ഥനയും ആശംസകൾ നേരുവാൻ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ എല്ലാവരുടെയും പേരിൽ ഈ മക്കൾക്ക് ആശംസകൾ നേരുന്നു. നമുക്ക് ഈ കർമ്മത്തിൽ ഇവർക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുത്. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. സ്വർഗസ്നായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ വിളി സ്വീകരിച്ച് വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കുവാനുള്ള തങ്ങളുടെ സമ്മതം പരസ്യമായി പ്രഖ്യാപിക്കുവാൻ അങ്ങയുടെ സന്നിധിയിൽ വന്നിരിക്കുന്ന ഈ വിവാഹാർത്ഥികളെ ആശീർവദിക്കണമേ. മാതൃകാപരമായ കുടുംബജീവിതത്തിന് തങ്ങളെ തന്നെ ഒരുക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. അപങ്കിലമായ മാർഗത്തിൽ ചരിക്കുന്നവരും കർത്താവിന്റെ നിയമം അനുസരിക്കുന്നവരും ഭാഗ്യവാന്മാർ. അവിടുത്തെ കൽപ്പനകൾ പാലിക്കുന്നവരും പൂർണ്ണ ഹൃദയത്തോടെ അവിടുത്തെ തേടുന്നവരും ഭാഗ്യവാന്മാർ. പൂർണ്ണ ഹൃദയത്തോടെ ഞാൻ അങ്ങേ തേടുന്നു. അങ്ങയുടെ കൽപ്പന വിട്ടു നടക്കാൻ എനിക്ക് ഇടയാകട്ടെ. അങ്ങയുടെ നാവിൽ നിന്നും പുറപ്പെടുന്ന ശാസനങ്ങളെ എന്റെ അധരങ്ങൾ പ്രഘോഷിക്കും. സമ്പസമൃദ്ധിയിലെന്ന പോലെ അങ്ങയുടെ കൽപ്പനകൾ പിന്തുടരുന്നതിൽ ഞാൻ ആനന്ദിക്കും. ഞാൻ അങ്ങയുടെ പ്രമാണങ്ങളെ പറ്റി ധ്യാനിക്കുകയും അങ്ങയുടെ മാർഗത്തിൽ ദൃഷ്ടി ഉറപ്പിക്കുകയും ചെയ്യും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹം എന്ന കുദാശ സ്വീകരിക്കുവാൻ ഒരുങ്ങുന്ന ഇവരെ അങ്ങയുടെ കൃപകൾ കൊണ്ട് നിറയ്ക്കണമേ. വിവാഹ ജീവിതത്തിൻ്റെ മാഹാത്മ്യം മനസ്സിലാക്കുവാനും അതിനുവേണ്ടി സ്വയം സജ്ജമാക്കുവാനും ഇവരെ അനുഗ്രഹിക്കണമേ. സകലത്തിൻ്റെയും നാഥായ എന്നേക്കും ആമേൻ. സർവാധിപനാം കർത്താവേ, നിൻ സ്തുതി ഞങ്ങൾ പാടുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, അങ്ങ് സത്യമായി ഞങ്ങൾ ശരീരങ്ങൾ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും കൃതജ്ഞയും ആരാധനയും സമർപ്പിയും കടപ്പെട്ടവരാകുന്നു. സകലത്തിനെയും നാഥായ എന്നേക്കും ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ
വാഴ്ത്തിടുവിൻ വാഴ്ത്തിടുവിൻ. പരിപാവനന സർവേശ പരിപാവനന ബലവാനേ പരിപാവനന അമർത്യനേ കാരുണ്യം നീ ചൊരിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികമായ വചനം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെയും മനസ്സിനെയും അങ്ങ് പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. എൻ്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസുകാർക്ക് എഴുതിയ 1-ാം ലേഖനം അധ്യായം 13 1 മുതൽ 7 വരെയുള്ള വാക്യങ്ങൾ കർത്താവെ ആശീർവദിക്കണമേ. വിശ്വാസോദനെ അനുഗ്രഹിക്കട്ടെ. ഞാൻ മനുഷ്യരുടെയും ദൈവദൂതന്മാരുടെയും ഭാഷകളിൽ സംസാരിച്ചാലും എനിക്ക് സ്നേഹമില്ലെങ്കിൽ ഞാൻ മുഴങ്ങുന്ന ചെങ്ങലയോ ചിലമ്പുന്ന കൈത്താളമോ ആണ്. എനിക്ക് പ്രവചനപരമുണ്ടായിരിക്കുകയും സകല രഹസ്യങ്ങളും ഞാൻ ഗ്രഹിക്കുകയും സകല വിജ്ഞാനവും മലകളെ മാറ്റാൻ തക്ക വിശ്വാസവും എനിക്കുണ്ടായാലും സ്നേഹമില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല. ഞാൻ എൻ്റെ സർവ്വസമ്പത്ത് ദാനം ചെയ്താലും എൻ്റെ ശരീരം ദഹിപ്പിക്കാൻ വിട്ടുകൊടുത്താലും സ്നേഹമില്ലെങ്കിൽ എനിക്കൊരു പ്രയോജനവുമില്ല. സ്നേഹം ദീർഘക്ഷമയും ദയമുള്ളതാണ്. സ്നേഹം അസൂയപ്പെടുന്നില്ല, ആത്മപ്രശംസ ചെയ്യുന്നില്ല, അഹങ്കരിക്കുന്നില്ല. സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, കോപിക്കുന്നില്ല, വിദ്വേഷം പുലർത്തുന്നില്ല. അത് അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. സ്നേഹം സകലതും സഹിക്കുന്നു, സകലതും വിശ്വസിക്കുന്നു, സകലതും പ്രത്യാശിക്കുന്നു, സകലത്തെയും അതിജീവിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. പിതാവ് എന്നെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു. നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ. ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും. ഇത് ഞാൻ നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകാനും വേണ്ടിയാണ്. ഇതാണ് എൻ്റെ കൽപ്പന, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. സ്നേഹമുള്ള അമല, ആൽബർട്ട്, മാതാപിതാക്കളെ, ബന്ധുക്കളെ, മിത്രങ്ങളെ, യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, സമ്മതം പ്രഖ്യാപിക്കുന്ന ദിവസമാണ്. അമലയും ആൽബർട്ടും അവരെ സമ്മതം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രഖ്യാപിച്ചു കഴിഞ്ഞതാണ്. അത് കഴിഞ്ഞപ്പോൾ മാതാപിതാക്കൾ അതിന് ഒന്നിച്ച്, കുടുംബം ഒന്നിച്ച് ആ സമ്മതത്തിന് സമ്മതം മൂളി അല്ലേ. ദൈവപിതാവ് നമ്മളോടെല്ലാം നടത്തിയ വലിയ സമ്മതത്തിൻ്റെ ഭാഗമായി നമ്മുടെ മാതാപിതാക്കൾ ആ സമ്മതത്തോട് ചേർത്ത് അവരെ സമ്മതവും കൂട്ടിച്ചേർത്തപ്പോൾ ഉണ്ടായതാണ് നമ്മളെല്ലാവരും. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ആ സമ്മതത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ ജീവിത സമ്മതം ദൈവത്തിൻ്റെ സമ്മതത്തോട് ഒന്നിച്ചു ചേർത്തപ്പോൾ ഓരോ ദിവസവും ഈ നിമിഷം വരെ ഒന്നിച്ചു ചേർത്തപ്പോൾ നമ്മളിവിടെയുണ്ട്. തമ്പുരാൻ്റെ മുമ്പിൽ ഇരിക്കാൻ ഭാഗ്യം ലഭിച്ചു. കഴിഞ്ഞ ദിവസം ഞങ്ങൾ വൈകുന്നേരം ഇന്നലെ ഭക്ഷണമെല്ലാം കഴിഞ്ഞ് കുറച്ച് നേരം സംസാരിച്ചപ്പോൾ ഇങ്ങനെ ഓരോരുത്തരെ കുറിച്ച് സംസാരിച്ചപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞ് എല്ലാവർക്കും ഒത്തിരി കഴിവുണ്ട്. ശരിയാ, നമ്മൾ ഓരോരുത്തരും വ്യത്യസ്തമായ വ്യക്തികളാണ്. അമല ഒത്തിരിയേറെ പ്രത്യേകതകളുള്ള വ്യക്തിയാണ്. അതുപോലെ തന്നെ ആൽബർട്ടിന് എന്തുമാത്രം കഴിവുകളും എന്തുമാത്രം സാധ്യതകളുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷെ ആൽബർട്ടിന് പോലും ചിലപ്പോൾ എല്ലാം അറിയില്ലായിരിക്കും. കുറേയൊക്കെ ആൽബർട്ടിന് പിടികിട്ടിയിട്ടുണ്ടാവും, കുറച്ചൊക്കെ ആൽബർട്ടിനെ കുറിച്ച് അമലയ്ക്ക് പിടികിട്ടിയിട്ടുണ്ടാവും. നേരെ തിരിച്ചും അമലയ്ക്ക് എന്തുമാത്രം കഴിവും സാധ്യതകളും ഉണ്ടെന്ന് അമലയ്ക്ക് കുറേയേറെ പിടികിട്ടിയിട്ടുണ്ടാവും. കുറച്ചൊക്കെ അമ്മച്ചയ്ക്കും അപ്പച്ചനും പിടികിട്ടിയിട്ടുണ്ടാവും. കുറച്ചൊക്കെ ഇപ്പം കുറച്ച് സമയം കൊണ്ട് ആൽബർട്ടിനും പിടികിട്ടിയിട്ടുണ്ടാവും. നമ്മൾ അനന്തമായ സാധ്യതകളുടെയും കഴിവുകളുടെയും
ദൈവം തന്ന വലിയൊരു അനുഗ്രഹമാണ്. ഇതിനകത്ത് എത്രയൊക്കെ നമുക്ക് കണ്ടെത്തി വളർത്തി വലുതാക്കാൻ പറ്റുമോ എന്ന് തമ്പുരാനോട് ഒന്നിച്ച് നിന്നാൽ കുറേയേറെയൊക്കെ സാധിക്കും. എല്ലാം സാധിക്കില്ല, അതിനോട് സമയമില്ല. എങ്കിൽ പോലും നമുക്ക് അനന്തമായ സാധ്യതകളാണ്. ഈ കഴിവുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ട് നമ്മൾ തന്നെ കണ്ടെത്താൻ പറ്റാത്തത് കണ്ടെത്താനായിട്ട് ഇപ്പം നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിക്കാനൊരു സാധ്യത വന്നിരിക്കുകയാണ്. അമലയെ നോക്കിക്കണ്ടും അമലയിൽ എന്തുമാത്രം നന്മകളുണ്ടെന്ന് കണ്ടെത്താനായിട്ട് ഒരാളെ കിട്ടിയിരിക്കുകയാണ് ആൽബർട്ട്. ആ കഴിവുകളെ കണ്ടെത്താനും സ്നേഹത്തിലൂടെ, നല്ല വാക്കുകളിലൂടെ, പ്രോത്സാഹനങ്ങളിലൂടെ, തുണയിലൂടെ അതിന് വളർത്തിക്കൊണ്ടുവരുവാൻ ആൽബർട്ടിന് വലിയൊരു സാധ്യത ദൈവം തന്നേക്കുക. അതുപോലെ തന്നെ നേരെ തിരിച്ചും ആൽബർട്ടിൻ്റെ ജീവിതത്തിലുണ്ടാകുന്ന എല്ലാ സാധ്യതകളെയും അതിൻ്റെ എല്ലാ നന്മകളെയും കാണാനും അത് കണ്ട് ആസ്വദിക്കാനും അതിൽ ആ നന്മ അങ്ങോട്ട് പകർന്നു കൊടുക്കാനും ആൽബർട്ടെ ഇത് നല്ലതാണ് പറഞ്ഞ് അതുപോലെ പ്രോത്സാഹിപ്പിച്ച് ആൽബർട്ടിനെ വളർത്തിയെടുക്കാനായിട്ട് അമലയ്ക്കൊരു സാധ്യത ദൈവം തന്നിരിക്കുക. ഈ രണ്ട് സാധ്യതകളെ ദൈവം നിങ്ങൾ തമ്മിൽ ഒന്നിച്ചു തരുമ്പോൾ ഈ കൂട്ട്, ഈ സഖ്യം, വിവാഹബന്ധം നിങ്ങൾക്ക് വലിയ ഒരു അനുഗ്രഹമാണ്. പരസ്പരം വളർത്താനും പരസ്പരം കൂടുതൽ അറിയാനും ദൈവകരങ്ങളിൽ നിന്നുകൊണ്ട് വളരാനുമുള്ള വലിയൊരു സാധ്യത. ഒന്ന് മാത്രം ശ്രദ്ധിക്കുക, അപ്പച്ചനായാലും അമ്മച്ചിയായാലും സഹോദരങ്ങളായാലും കൂട്ടുകാരായാലും അവർ കൊണ്ടുവരുന്ന ശക്തികൾ, നന്മകൾ അത് പോസിറ്റീവാണോ എന്ന് നോക്കാം. നിങ്ങൾ വളർത്താനുള്ളതാണോ, നിങ്ങൾ നന്മയിലോട്ടുള്ളതാണോ എന്ന് മാത്രം തിരിച്ചറിയാൻ നോക്കുക. അവരെ കുറ്റം പറയാതെ അവരുടെ അവസ്ഥ കൊണ്ടായിരിക്കാം നേരെ തിരിച്ചെന്തെങ്കിലും ആവുന്നത്. ഈ നന്മകൾ കൊണ്ടാണെങ്കിൽ ഒത്തിരിയേറെ അവർക്ക് കൊണ്ടുവരാൻ പറ്റും. ഒത്തിരിയേറെ താങ്ങും തണലുമായിട്ട് നമ്മുടെ മാതാപിതാക്കന്മാർക്ക്, നമ്മുടെ സഹോദരങ്ങൾക്ക്, നമ്മുടെ സഹോദരിമാർക്ക്, നമ്മുടെ കൂട്ടുകാർക്ക് നമുക്ക് താങ്ങും തണലുമായിട്ട് ജീവിത അവസാനം വരെ ആയിരിക്കാൻ പറ്റും. നേരെ തിരിച്ചുമാകാം. അത് സൂക്ഷിക്കണം. അത് മാത്രം. അവരെ കുറ്റമല്ല, നമ്മളും അറിയാണ്ട് എനിക്ക് തന്നെ പറ്റി പോകുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ തമ്പുരാൻ്റെ മുമ്പിൽ വന്നിട്ട് ഓരോ ദിവസം മാപ്പ് ചോദിക്കാറുണ്ട്. തമ്പുരാനെ അറിയാണ്ട് ഈ കുറ്റം പറഞ്ഞു പോയി, നെഗറ്റീവായിട്ട് ആരെങ്കിലും മനസ്സിലൊരു ചിന്ത ഞാൻ അറിയാണ്ട് പറഞ്ഞു പോയെങ്കിൽ ഞാൻ മാപ്പ് ചോദിക്കാറുണ്ട്. പക്ഷെ അത് സംഭവിച്ചു പോകുന്നതാണ്. പക്ഷെ അത് ഏറ്റവും പ്രധാനം, ഇതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ്. ഇത് കണ്ടിട്ട് ഇതെനിക്ക് വേണ്ട എന്ന് പറയാനുള്ളൊരു നന്മ, അതാണ് ദൈവം തരുന്ന ഒരു സാധ്യത. അതുപോലെ തന്നെ ഒത്തിരിയേറെ ഈ കൊണ്ടുവരുന്ന നന്മകളെല്ലാം കൂട്ടിച്ചേർത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയ അനുഗ്രഹമാക്കും. ജീവിതം വലിയ പ്രവർത്തനം മാത്രമല്ല, കൊച്ചു കുന്നുകൾ, കൊച്ചു കയറ്റങ്ങൾ, കൊച്ചു ഇറക്കങ്ങൾ. ചിലപ്പോൾ ഒരു ദിവസം ഒരു നിമിഷം പലതരത്തിൽ പല പ്രാവശ്യം കുന്ന് കയറുകയും ഇറങ്ങുകയും ചെയ്യും. നിങ്ങളുടെ ജീവിതത്തിലെ ഈ കൊച്ചു സന്തോഷങ്ങൾ തമ്പുരാൻ്റെ മുമ്പിൽ നന്ദിയോടെ സ്വീകരിക്കാനും അങ്ങോട്ടും ഇങ്ങോട്ടും പകർന്നു കൊടുക്കാനും ആ കൊച്ചു പൂക്കൾ യേശുവിൻ്റെ കരങ്ങളിൽ വെച്ച് കൊടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതം സഫലമായി. പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ജീവിതം ഇതുപോലെയാണ്. നമ്മുടെ ജീവിതത്തിൽ ഒത്തിരിയേറെ സാധ്യതകളുണ്ട്, ഒത്തിരിയേറെ സാധ്യതകൾ. ഈ സാധ്യതകൾ നമുക്ക് കൊച്ചു പൂക്കളായിട്ട് മാറ്റാൻ പറ്റിയാൽ തമ്പുരാൻ്റെ കരങ്ങളിൽ നമ്മുടെ ഭർത്താക്കന്മാരുടെ കയ്യിൽ, ഭാര്യമാരുടെ കയ്യിൽ, മറ്റു സുഹൃത്തുക്കളുടെ കയ്യിൽ പരസ്പരം ഈ കൊച്ചു പൂക്കൾ ഏൽപ്പിച്ച് കൊടുക്കാൻ പറ്റിയ സ്നേഹത്തിൻ്റെ പൂക്കൾ, എന്നിട്ട് നമുക്കൊന്നിച്ച് ഈശോയുടെ ആൾത്താരയിൽ ഈ പൂക്കൾ കൊണ്ടുവരാൻ പറ്റിയ നമ്മുടെ ജീവിതം സാഫല്യമായി. അച്ഛനെന്ന നിലയിൽ, നിങ്ങൾ ദമ്പതികളെന്ന നിലയിൽ, ഓരോ വ്യക്തികളെന്ന നിലയിൽ നമ്മുടെ ജീവിതം ഈശോയുടെ കരങ്ങളിൽ സുരക്ഷിതമാണ്. നമ്മുടെ ജീവിതത്തിലെ ഓരോ ദിവസവും ഓരോ വർഷവും ദൈവം തന്ന വലിയ അനുഗ്രഹമാണ്. നിങ്ങളുടെ സ്നേഹം ഓരോ ദിവസവും, ഓരോ മാസവും, ഓരോ വർഷവും വളർന്ന് പന്തലിക്കട്ടെ. അതിലൊത്തിരിയേറെ റോസാപ്പൂക്കൾ ഉണ്ടാകട്ടെ. ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ ഒത്തിരിയേറെ പൂക്കൾ നിങ്ങളുടെ ജീവിതത്തിലുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. ഒരു കാര്യം ഉറപ്പിക്കുക, ഈശോ എന്ന കയറ് എപ്പോഴും അവിടെയുണ്ട്. കയറി പിടിക്കുക, മുറുകെ പിടിക്കുക, അവിടുന്ന് താങ്ങിക്കൊള്ളും. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അമലയെയും ആൽബർട്ടിനെയും സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. സ്വർഗീയ മണവാളനായ ക്രിസ്തു തൻ്റെ മണവാട്ടിയായ സഭയെ സ്നേഹിക്കുകയും അവൾക്ക് വേണ്ടി സ്വജീവൻ അർപ്പിക്കുകയും ചെയ്തു. സഭാവിടത്തോട് വിശ്വസ്തത പുലർത്തുകയും ചെയ്യുന്നു. ക്രിസ്തീയ വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങൾ വിവാഹത്തിൻ്റെ ഈ കൗതാശിക സ്വഭാവം മനസ്സിലാക്കിയിട്ടുണ്ടെന്നും ഉത്തരവാദിത്ത ബോധത്തോടെയും പൂർണ്ണ മനസ്സോടെയുമാണ് വിവാഹത്തിലേക്ക് പ്രവേശിക്കുവാൻ നിശ്ചയിച്ചിരിക്കുന്നതെന്നും പരസ്യമായി പ്രഖ്യാപിക്കുവാൻ സഭ നിങ്ങൾക്കിപ്പോൾ അവസരം നൽകിയാണ്.
അതിനാൽ ആൽബർട്ട് അമല, നിങ്ങളുടെ സമ്മതം ഇപ്പോൾ വ്യക്തമാക്കുക. ആൽബർട്ട്, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അമലയെ ഭാര്യയായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? അമല, മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ ആൽബർട്ടിനെ ഭർത്താവായി സ്വീകരിക്കാമെന്ന് വാഗ്ദാനം ചെയ്യുന്നുവോ? നിങ്ങൾ ഈ വിവാഹ വാഗ്ദാനത്തിന് സാക്ഷികളാണല്ലോ. നിങ്ങളുടെ വിവാഹ വാഗ്ദാനം സഫലമാക്കുവാൻ സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ എന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, ഇവരുടെ മേൽ കൃപയുണ്ടാകണമേ. മനുഷ്യനെ പുരുഷനും സ്ത്രീയുമായ സൃഷ്ടിച്ച ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാരാകുവാൻ ഒരുങ്ങുന്ന ഇവരെ സ്നേഹത്തിൽ അങ്ങ് വളർത്തണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി ഇവരിൽ ചൊരിഞ്ഞ് ഇവരെ പരിപാലിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ആമേൻ. ആശീർവാദത്തിനാണ് ഇപ്പം ഒരുങ്ങുക. നമുക്ക് എല്ലാവർക്കും ഹൃദയത്തിൽ അമലയ്ക്കും ആൽബർട്ടിനും വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. അവരുടെ ജീവിതം ഒത്തിരിയേറെ അനുഗ്രഹമാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. സ്നേഹത്തിൽ ഓരോ ദിവസവും വളരാനുള്ള കൃപയ്ക്ക് വേണ്ടി അവർക്കും നമുക്കും വേണ്ടി പ്രാർത്ഥിക്കാം. കാനായിലെ കല്യാണ വിരുന്നിൽ വെച്ച് വധൂവരന്മാരെ പ്രത്യേകമാവിധം അനുഗ്രഹിച്ച മിശിഹായുടെ സാന്നിധ്യം അനുഭവിച്ചും അവിടുത്തെ സ്നേഹത്തിൽ ആശ്രയിച്ചും പ്രാർത്ഥനാ നിരതരായി വിവാഹത്തിന് ഒരുങ്ങുവാൻ കാരണവാനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുവാനും സന്തോഷത്തോടും പ്രതീക്ഷയോടും കൂടെ വിവാഹമെന്ന കൂദാശ സ്വീകരിക്കുവാനും നിങ്ങൾക്ക് അവിടുന്ന് കൃപ നൽകട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിൻ്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യം നിങ്ങൾക്ക് അവിടുന്ന് പ്രദാനം ചെയ്യട്ടെ. നിങ്ങളെയും നിങ്ങളെ സ്നേഹത്തിൽ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ഈ തിരുക്കർമ്മത്തിൽ പങ്കെടുത്ത എല്ലാവരെയും ദൈവം ആശീർവദിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. എൻ ദൈവമേ, എൻ സ്നേഹമേ, നീ തന്ന ദാനമല്ലേ ഈ ജീവിതം. എൻ ദൈവമേ, എൻ സ്നേഹമേ, നീ തന്ന ദാനമല്ലേ ഈ ജീവിതം. दबे दबे पाँव से आए बूंदों की लहर, हवा हवा जादू से बनता खुशबुओं का घर, लगे लगे आसमां जैसे एक नया शहर, जरा जरा ढूंढ ले हम तुम बादलों में घर, बादलों में घर, ओ बादलों में घर.
ഗുഡ് ആഫ്റ്റർനൂൺ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ. നമ്മുടെ വധുവരന്മാർ ഇവിടെ എത്തിയിട്ടുണ്ട്. നമുക്ക് അവരുടെ അമലയുടെ പാരൻസ് ബൊക്കയും മാലയും അണിയിച്ച് സ്വീകരിക്കുന്നതായിരിക്കും. പുറത്തുള്ളവർക്ക് എല്ലാവർക്കും ഹാളിലേക്ക് കടന്നിരിക്കാവുന്നതാണ്. ഇവിടെ ഫ്രണ്ടിൽ സീറ്റ്സ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഫ്രണ്ടിലോട്ട് ഹാളിൻ്റെ അകത്തോട്ട് കടന്നിരിക്കുക. So today we are gathered here to celebrate a special moment in the lives of Albert and Amala as they take their first step towards their lifelong journey together. So ഈ ഒരു ജോയസ് ഒക്കേഷനിൽ പങ്കുചേരാൻ വന്ന നിങ്ങൾ എല്ലാവരെയും ആൽബർട്ടിൻ്റെയും അമലയുടെയും പേരിൽ ഞാൻ സ്വാഗതം ചെയ്യുന്നു. വധുവരന്മാർ നമ്മുടെ ഹാളിലോട്ട് കടന്നു വരുന്നുണ്ട്. അപ്പം നമുക്ക് എല്ലാവർക്കും ഒരു നല്ലൊരു ക്ലാപ്പോടുകൂടി അവരെ സ്വീകരിക്കാം. Let's welcome the stars of the day. Ladies and gentlemen, let's put our hands together and give a big round of applause. Wonderful couple, Dr. Albert Paulos and Dr. Amala Joseph. Please welcome to the stage. നമുക്ക് നല്ലൊരു കയ്യടിയോട് കൂടി ഇവരെ വെൽക്കം ചെയ്യാം അല്ലേ? So they both look beautiful together. Congratulations. And so it's our let me introduce their profession. Dr. Albert Paulos, he did his masters in power systems and holds a doctorate in electrical engineering from South Korea and is currently working there as well. And Dr. Amala Joseph, she graduated as a doctor of pharmacy and is currently doing her masters in industrial pharmacy in South Korea. ഫ്യൂ സെക്കൻഡ്സ് ഫോർ അവരുടെ ഫോട്ടോഗ്രാഫേഴ്സിന് ഇവരുടെ ഒരു നല്ലൊരു പിക്ചർ ക്യാപ്ചർ ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ഇവരെ പോലെ തന്നെ ഒരുപാട് അല്ലെങ്കിൽ ഇവരെക്കാൾ അധികം കാത്തിരുന്ന ഒരു നിമിഷമാണ് ഇവരുടെ കുടുംബാംഗങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ എ സെലിബ്രേഷൻ വുഡൻറ്റ് ബി ഇൻകംപ്ലീറ്റ് വിത്തൗട്ട് ദം. സോ ലെറ്റ്സ് വെൽക്കം ബ്രൈഡ്സ് ആൻഡ് ഗ്രൂംസ് ഫാമിലി. ഫസ്റ്റ് ഐ ഇൻവൈറ്റ് ബ്രൈഡ്സ് ഫാമിലി, Mr. Joseph KP and Mrs. Shaila Joseph to the stage please. അവർക്കൊരു നല്ലൊരു കയ്യടി ആവാം. And now I welcome her one and only brother, അമലയുടെ ഒരേ ഒരു ചേട്ടൻ ആങ്ങളയായ ഗോഡ്വിൻ ചേട്ടൻ്റെ വൈഫ്, ബ്യൂട്ടിഫുൾ വൈഫ് ആഷ്മി ഗോഡ്വിനെയും പ്ലീസ് വെൽക്കം ടു ദി സ്റ്റേജ്. എല്ലാവരും ഒന്ന് ഉഷാറായിട്ട് ക്ലാപ്പ് ചെയ്തേ. ആൻഡ് ദെൻ ഗ്രൂംസ് ഫാമിലി, മിസ്സിസ് ആനി പൗലോസ്, പ്ലീസ് അമ്മച്ചി വെൽക്കം ടു ദി സ്റ്റേജ്. ആൻഡ് his elder brother Dr. Alvin Paulos and his wife Sneha Alvin, please welcome to the stage. ഈ ഒരു നിമിഷത്തിൽ ആൽബർട്ടിൻ്റെ അപ്പച്ചനെയാണ് ഏറ്റവും കൂടുതൽ ഇവിടെ നമ്മൾ ഓർക്കേണ്ടത്. ആളുടെ സ്നേഹവും ആളുടെ ബ്ലെസ്സിങ്സും. നമുക്കൊരു നിമിഷം നമുക്ക് എല്ലാവർക്കും എണീറ്റ് നിന്നുകൊണ്ട് നമുക്ക് ആ ഒരു നിമിഷം ആളെ കൂടി ഒന്ന് ഓർക്കാം. Thank you. So now we move on to a family picture.
അപ്പം നമുക്കിനി ക്യാൻഡിൽ ലൈറ്റ് സെറിമണിയിലേക്ക് കിടക്കാം. The candle represent the lights of Christ guiding their path as they begin their journey together. So I request Albert and Amla to step forward and light the candle together as a symbol of their unity and shared faith. So first Albert and Amla ഒന്ന് സ്റ്റെപ്പ് ഫോർവേഡ് ചെയ്യുക. സോ സെൻറ്ററിലെ ക്യാൻഡിൽ അവരൊന്നിച്ച് ലൈറ്റിംഗ് ചെയ്യും. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്ത് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഒന്നുകൂടി അടിപൊളിയാക്കാൻ വേണ്ടിയിട്ട്. സോ നെക്സ്റ്റ് അമലയുടെ ഫാമിലി ഒന്നിച്ച് നെക്സ്റ്റ് ക്യാൻഡിൽ ലൈറ്റിംഗ് ചെയ്യും. സോ നെക്സ്റ്റ് ആൽബർട്ട് ചേട്ടൻ്റെ ഫാമിലി ആയിരിക്കും. ഫാമിലി ഒന്നിച്ചാണ് നമ്മൾ ക്യാൻഡിൽ ലൈറ്റിംഗ് ചെയ്യുന്നത്. സോ ഇവരുടെ ഈ ഒരു ജീവിതത്തിൻ്റെ ഈ ഒരു ആരംഭം നമുക്ക് മധുരം പങ്കിട്ട് തന്നെ ആവാമല്ലേ അടുത്തതായിട്ട്. അപ്പോൾ അടുത്തതായിട്ട് കേക്ക് കട്ടിങ് സെറമണിയാണ്. ആൽബർട്ടിനെയും അമലയെയും കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവരുടെ ഫാമിലിയെയും ഇൻവൈറ്റ് ചെയ്യുന്നു. ആൽബർട്ട് ആൻഡ് അമല ഫസ്റ്റ് സ്റ്റെപ്പ് ഫോർവേഡ് പ്ലീസ്. ദെൻ ഫാമിലീസ്. നമ്മൾ ഓൺ ദി കൗണ്ട് ഓഫ് 3 അവർ കേക്ക് കട്ട് ചെയ്യാം അല്ലേ? ഓക്കെ, നമുക്ക് ഒരുമിച്ച് കൗണ്ട് ചെയ്യാം. ഒരു ക്ലാപ്പില്ലല്ലോ, സപ്പോർട്ടില്ലല്ലോ. ഓക്കെ ദെൻ അപ്പോൾ 1, 2 and 3. So now ആൽബർട്ട് ചേട്ടൻ അമ്മനെ പരസ്പരം ആദ്യം കേക്ക് ഷെയർ ചെയ്യുക. ഇനി ആൽബർട്ട് ചേട്ടൻ അമ്മലയുടെ ഫാമിലിക്ക് ഓരോരുത്തർക്കും അവരുടെ മധുരം കൊടുക്കാം. ഫാമിലിയിൽ എല്ലാവർക്കും കേക്ക് ഷെയർ ചെയ്യാം. Now next wine toasting ആണ്. Next we move on to wine toasting ceremony to honor their love and the future they are going to share together. Wine toasting പരസ്പര സ്നേഹത്തിൻ്റെ പ്രതീകമായി അനുഗ്രഹീതമായ ഒരു ജീവിതത്തിന് നമുക്ക് എല്ലാവർക്കും ഇവരുടെ ഒരു അനുഗ്രഹീതമായ ഒരു ജീവിതത്തിന് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ചിയേഴ്സ് പറയാം ഇവരോടൊപ്പം. Cheers to your beautiful life. So now cross your hands. Cross your hands. വൈൻ കുടിക്കുന്നത് ക്രോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് കുടിക്കാം. അപ്പൊ ആവശ്യം പോലെ കുടിക്കാം അല്ലേ? രണ്ടുപേരും ഫേസ് ടു ഫേസ് വരണം. യെസ്, ഒന്നുകൂടി കുടിച്ചോ. ഓക്കെ, ഒരു ക്ലാപ്പ് ആവാം അല്ലേ? അവർ അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു ക്ലാപ്പ് ആവാം. ഓക്കെ ഡൺ, താങ്ക് യു. അടുത്തതായിട്ട് ചന്ദനം ചാർത്തലാണ്. അതിനു വേണ്ടിയിട്ട് ഞാൻ ആൽവിൻ ചേട്ടനെയും സ്നേഹ ചേച്ചീനെയും ക്ഷണിക്കുകയാണ് എടുത്തു കൊടുക്കുന്നതിന് വേണ്ടിയിട്ട്. അവിടെ നമുക്കൊരു ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്. വെയിറ്റ് ആൽബർട്ട് ചേട്ടാ, വെയിറ്റ്. ആൽബർട്ട് ചേട്ടൻ ഫസ്റ്റ് ചന്ദനം അമലയ്ക്ക് ചാർത്തി കൊടുക്കും. അത് കഴിഞ്ഞിട്ട് അവർ നെറ്റി കൊണ്ട് മുട്ടിച്ചിട്ട് വേണം പിന്നെ ചാർത്താനായിട്ട്. അതല്ലേ അതിൻ്റെ ഒരു ഭംഗി? അങ്ങനെയല്ലേ? ക്ലാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓക്കെയാണ്. ഓക്കെ, അപ്പൊ ആൽബർട്ട് ചേട്ടൻ ചന്ദനം ചാർത്തിക്കോളൂ.
ആയിപ്പോയി. അപ്പം ഇതോടുകൂടി നമ്മുടെ ഫോർമൽ ഫങ്ഷൻ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി വന്നിരിക്കുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇവിടെ ഫുഡ് കൗണ്ടേഴ്സ് ഒക്കെ ഓപ്പൺ ആണ്. എൻജോയ് യുവർ ഫുഡ്, എൻജോയ് യുവർ ആഫ്റ്റർനൂൺ. സോ ബിഫോർ ദാറ്റ് നമുക്കൊരു ചെറിയൊരു ഗെയിം ഇവർക്ക് കൊടുക്കണ്ടേ? നമുക്കിനി പെട്ടെന്ന് തന്നെ ഒരു കുട്ടി ഗെയിമിലേക്ക് പോവാം. ഷൂ ഗെയിമാണ്. എല്ലാവർക്കും അറിയാവുന്ന പോലെ ഇവർ ഭയങ്കര അടിപൊളി കപ്പിൾസ് ആണ്, ഇവർ ഭയങ്കര മാച്ച് ആണെന്നാണ് ഇവർ അവകാശപ്പെടുന്നത്. അപ്പം നമുക്കത് അറിയണ്ടേ അങ്ങനെ തന്നെയാണോ എന്നുള്ളത്. അപ്പം അത് കാരണം കൊണ്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിരിക്കുക. രണ്ടുപേരുടെ 2 ഷൂസും അഴിക്കണം. എന്നിട്ട് പരസ്പരം അത് എക്സ്ചേഞ്ച് ചെയ്യുക. 2 ഷൂസും അഴിച്ചിട്ട് പരസ്പരം എക്സ്ചേഞ്ച് ചെയ്യാം. ഇവരിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പ്ലാനാണ്, പക്ഷെ നമ്മൾ വെറൈറ്റി ആയിട്ടായിരിക്കും ചോദിക്കുക. ഇരുന്നോളൂ. ഇപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ സെഡ് ഐ ലവ് യു ഫസ്റ്റ്? ആരാണ് ആദ്യം ഐ ലവ് യു എന്ന് പറഞ്ഞ് ഇവർ ഇന്ന് ഇവിടെ ഇരിക്കാൻ കാരണമായത്? കറക്റ്റ് ആണെങ്കിൽ ക്ലാപ്പ് ചെയ്യണം. ഓക്കെ, കറക്റ്റ് ആണ്. സോ നെക്സ്റ്റ്, ഇതിനോടനുബന്ധിച്ച് തന്നെ ഹു ഈസ് മോർ റൊമാൻറ്റിക്? ആരാണ് കൂടുതൽ റൊമാൻറ്റിക്? ഓ വാവ്, കറക്റ്റ് ആണ്. എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യും. സോ നെക്സ്റ്റ്, ആരാണ് റെഡി ആവാനായിട്ട് കൂടുതൽ സമയം എടുക്കുന്നത്? അതായത് നമ്മൾ എവിടെയെങ്കിലും പോവാനോ അല്ലെങ്കിൽ ഇവർക്ക് ഇപ്പം അത്ര പരിചയം ഉണ്ടാവില്ലെങ്കിലും നമുക്കൊരു ഊഹിക്കാലോ. ഇപ്പം ആരാണ് ഏറ്റവും കൂടുതൽ സമയം എടുക്കുന്നത്? ഗെറ്റ് റെഡി. കറക്റ്റ് അല്ലേ? ക്ലാപ്പ് പ്ലീസ്. താങ്ക് യു. ആരാണ് ബെറ്റർ കുക്ക്? ഹൂ ഈസ് ബെറ്റർ കുക്ക്? വാവ്, അമല നീ രക്ഷപ്പെട്ടു. സോ നെക്സ്റ്റ്, ഹൂ ഈസ് മോർ ലൈക്ലി ടു അപ്പോളജൈസ് ഫസ്റ്റ് ആഫ്റ്റർ എ ഫൈറ്റ് ഓർ ആർഗ്യുമെന്റോ ഫൈറ്റോ കഴിഞ്ഞിട്ട് അപ്പോളജൈസ് ഫസ്റ്റ് ചെയ്യുന്നത് ആൽബർട്ട്, ഓഫ് കോഴ്സ്. അപ്പോൾ നല്ല കയ്യടി കൊടുക്കുക. ഇവരെല്ലാം കറക്റ്റ് ആക്കി വരുന്നുണ്ട്. സോ ഹൂ സ്പെൻഡ് മോർ ടൈം ഇൻ സോഷ്യൽ മീഡിയ? സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആക്റ്റീവായിട്ടുള്ള ആരാണ്? കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്? രണ്ടുപേർക്കും സമയമില്ലെന്നാണ് പറയുന്നത്. ആരായിരിക്കും? എന്നാലും അമലയുടെ കൈ കണ്ടില്ല. ഏതേലും ഒന്ന്. കറക്റ്റ്. സോ നെക്സ്റ്റ്, ഹൂ ഈസ് മോർ അഡ്വഞ്ചറസ്? കുറച്ച് അഡ്വഞ്ചറായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ ഇങ്ങനെ ത്രില്ലായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. ഈസി, കൂൾ, അഡ്വഞ്ചറസ്. ഹലോ, കൈയടിക്ക്, ക്ലാപ്പ് പ്ലീസ്. ഇവരെല്ലാം ശരിയാക്കി കൊണ്ടിരിക്കുകയാണ്. സോ അപ്പോൾ നമുക്ക് ഒരു ക്വസ്റ്റിനും കൂടി കഴിച്ചു നിർത്താം. ഹൂ ഈസ് മെസ്സിയർ വൺ? മെസ്സി ആയിട്ടുള്ള, അലങ്കോലമായിട്ട് ഒട്ടും ഓർഗനൈസ്ഡ് അല്ലാത്ത ഒരാള്. അതുകൂടി അറിയണ്ടേ നമുക്ക്, അല്ലേ? രണ്ടുപേരും കൈവക്കരുത്. ഇതിൽ മാത്രം അവര് ചെറുതായിട്ട്, അമ്മല ചേട്ടന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, സോ നെക്സ്റ്റ് നമുക്ക് ഇവരോട് ചോദിക്കാം ഇവരുടെ ഫസ്റ്റ് ഡാൻസ്. ആർ യു റെഡി ഫോർ യുവർ ഫസ്റ്റ് ഡാൻസ് ടുഗെദർ? രണ്ടുപേരും പൊക്കണം റെഡി ആണെങ്കിൽ. സോ നമുക്ക് ഇവരുടെ ഫസ്റ്റ് ഡാൻസ് കാണാം, അല്ലേ? ഓക്കെ, താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇവരുടെ ഫസ്റ്റ് ഡാൻസിനായിട്ട് എല്ലാവരും ഒന്ന് ക്ലാപ്പ് ചെയ്യൂ. സോ മ്യൂസിക്.
സെക്കൻഡ്സിലാണ് ഇവരിതെല്ലാം പഠിച്ച് ചെയ്തത്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്, താങ്ക് യു. സോ ഇനി എല്ലാവർക്കും നിങ്ങളുടെ വിഷസും സ്നേഹവും വന്ന് സ്റ്റേജിൽ വന്ന് അറിയിക്കാവുന്നതാണ്, ഫോട്ടോസ് എടുക്കാവുന്നതാണ്. താങ്ക് യു എവ്രി വൺ, താങ്ക് യു സോ മച്ച്. Through every trial, through every circumstance, still your mercy covers me. Through every battle, I don't have to understand, still I lift my voice and sing. Yeah, I said today, tomorrow and forever I will live for you. Today, tomorrow and forever I will worship you. You have been faithful
Heartbeat in the quiet, spotlight in an empty room, a song in the silence, my dreams come into view. A light in the dark, the brightest star, my beginning. I see you now with you. You'll never be the same. The start of my heart, a river washing over me when you came and changed everything. I started to wonder, something I can't deny, in a moment unfolding before my very eyes. A new stories being written brand new, pouring over me. I see you now with you. You'll never be the same. The start of my heart, you cover me completely. Came and changed everything. This is more than imagine. This is more than ordinary love. Didn't realize this could happen. Oh, the grace would be enough. This is more than imagine. This is more than ordinary love. Didn't realize this could happen. Oh, the grace would be enough. I see you now with you. You'll never be the same. The start of my heart, a river
like the first time. Every moment I'm with you. You still catch my eye with every little thing you do. It's like a river wild, running as free as it can be. Oh, it's waking up. Home. Have you been thinking about the cold?